എൻ്റെ സിസ്റ്ററാണ്. ഞാൻ പിന്നെ ടീച്ചറാണ്. ഇപ്പോൾ PG B.Ed ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നമുക്കൊക്കെ എനിക്ക് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവള് അന്നേ വെറൈറ്റി ആയിരുന്നു. പഠിക്കാൻ ആൾക്ക് തീരെ ഇഷ്ടമല്ല. വീട്ടിൽ ഉപ്പൊക്കെ പഠിക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താ. അപ്പോഴൊക്കെ കൂട്ടത്തിൽ ഒപ്പ ആളാണ് എന്ന് വെച്ചാൽ തീരെ പഠിക്കാൻ ഇഷ്ടമല്ല നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ അന്നേ ഇവള് പറയും പഠിക്കാണ്ട് നിങ്ങളെക്കാളും വലിയൊരാളാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് അന്നേ ഇവളിങ്ങനെ പറയും. ഒരു വാശി പോലെ. പക്ഷെ സ്പോർട്സിൽ അന്ന് നല്ലോണം പെർഫോം ചെയ്തു. പക്ഷെ സ്പോർട്സിൽ പിന്നെ അവളെ ലൈഫിൽ അങ്ങനെ അതിലേക്ക് പോയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും ഹൗസ് വൈഫായി. പിന്നെ ഞാനിപ്പോൾ ജോലിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഇപ്പം ഇവളെന്നോട് പറഞ്ഞു എനിക്ക് എന്താ ചെയ്യാനുള്ളത്, എന്നാലോ നിങ്ങളെക്കാളും ഉയരണം എന്നുള്ളൊരു ഉള്ളിലൊരു അവൾക്കൊരു ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഉറക്കം കഴിഞ്ഞ് എല്ലാ ദിവസവും എന്താ പറയുക നമ്മളത് ചെയ്തൂടെ, സക്സസ് ആവൂലേ, അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു പഠനമായി. അങ്ങനെ പഠിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഇവള് പരീക്ഷിക്കാത്ത ഒരു മേഖല ഇല്ലാന്ന് തോന്നുന്നു. കുക്കിംഗ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഹോട്ടൽ അങ്ങനെയല്ല, ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ഒരാൾ വരിക എന്നുള്ളത്. ഞാൻ ടീച്ചർ BCom പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ബുക്കിൽ പഠിച്ചതിനേക്കാളും ഇവളിൽ നിന്ന് ശരിക്കും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ കളേഴ്സ് എന്നുള്ള പേരിലേക്കും പിന്നെ ഈ ചെമ്പരത്തി സംഭവങ്ങളില്ലേ അത് അവൾ എന്നൊന്ന് യൂട്യൂബിൽ കണ്ടു. പിന്നെ അവൾ അത് ചെയ്ത് നോക്കി അത് അവൾ എന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. യൂസ് ചെയ്തപ്പോൾ അവൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം തോന്നി. ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ, വീട്ടിൽ വരുന്നവർക്കൊക്കെ നമ്മളെ റിലേറ്റീവ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇവള് ഫസ്റ്റ് ഇതാ കുടിക്കാൻ കൊടുക്കുക. നമ്മളെ വീട്ടിൽ വരുന്നവരൊക്കെ പറയും ആജുവിൻ്റെ ചായ ഉണ്ട് അല്ലേ, ഹിബിസ്കസ് ടീ ഉണ്ട് അല്ലേ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നെ പതുക്കെ അത് എല്ലാവരും സപ്പോർട്ട് തുടങ്ങി. പിന്നെ വീട്ടിൽ അങ്ങനെ പിന്നെ പതുക്കെ അതൊരു ബിസിനസ് ആക്കിക്കൂടെ എന്നുള്ള ഐഡിയയിലാണ് നമ്മളിത് മുന്നോട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവർക്കും ഇവിടെ നാട്ടുകാർ അടുത്തുള്ള ഓരോ റിലേറ്റീവ്സ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. ഇവള് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള സ്ക്വാഷ് ആ ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പം മാഷാ അല്ലാഹ് ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഐറ്റംസിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ പിന്നെ മാഷാ അല്ലാഹ് ഒരുപാട് ഓൺലൈൻ ഓർഡേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരും ഈ ഐറ്റംസ് കൂടാൻ തന്നെ കാരണം നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ആൾക്കാരാണ് ശരിക്കും ഈ പ്രൊഡക്റ്റ് ലൈനിലേക്ക് ഐറ്റംസ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവൾ അതിനനുസരിച്ച് അതിന്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കാണുന്ന മൊത്തം ഐറ്റംസും ഇപ്പൊ നമ്മുടെ നാക്കോ പിന്നെ മൂത്ത രണ്ടാൾക്കാരാണ്. പിന്നെ മൂത്ത ആള് ടീച്ചറാണ്, രണ്ടാമത്തെ ഞാനിപ്പോ ഉള്ളത് നിലവില് പിന്നെ സുഹൃത്തുക്കളെ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കുന്നമംഗലം അടുത്തല്ലേ സ്ഥലം വരുന്നത്, കിലാശ്ശേരിയിലെ ഒരു സംരംഭകയുടെ കൂടെയാണ്. ഇപ്പൊ നേരത്തെ ഇവര് പറഞ്ഞല്ലോ, അനിയത്തി പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരെക്കാളും വരുമാനം പിന്നെ ഇവര് വാങ്ങുന്നുണ്ടാവും പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട്. എന്ത് തോന്നുന്നു ഇപ്പൊ? സത്യം അതാണ്. ഞാൻ അവക്ക് കിട്ടുന്ന സാലറിന്റെ തോന്നെ ഞാൻ വാങ്ങുന്നുള്ളതിന്റെ ഒരു വാശിയായി. അപ്പൊ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് വരാം നമുക്ക്. എന്തൊക്കെ പ്രോഡക്റ്റുകളാണുള്ളത് ഇവിടെ? ഇപ്പൊ പറഞ്ഞു ഈ ശംഖുപുഷ്പത്തിന്റെ സ്ക്വാഷ്, അതിന്റെ ഫ്ലവർ, പിന്നെ ഈ പുളിവണ്ടന്റെ സ്ക്വാഷ്, അതിന്റെ ഡ്രൈ ഫ്ലവർ, പിന്നെ കുന്നങ്കായി, നവര, മുത്താറിപ്പൊടി, പിന്നെ ബനാനന്റെ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ബിരിയാണി മസാല, പെപ്പർ പൗഡർ, പൊട്ടാറ്റോന്റെ സ്റ്റാർച്ച്, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കോക്കനട്ട് ഡ്രൈ ആക്കിയത്, അങ്ങനെ ഒരുപാട് എയർ ഓയിലുകൾ 26 പ്രോഡക്റ്റുകൾ ഇപ്പൊ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ലൈസൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തി അതിപ്പോ നാട്ടിലും വിദേശത്ത് ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ഞാൻ ABC പൗഡർ ഇല്ലേ, അതെന്നൊരു കസ്റ്റമർ വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചതാണ്. നാക്കോ ഹെൽത്തി ഓർഗാനിക്. ഓക്കെ, പിന്നെ എന്ത് തോന്നുന്നു ഇപ്പൊ? വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവർക്കാണെങ്കിലും ഇങ്ങനെ സ്വന്തം ചെയ്തതാണോ അങ്ങ് ചോദിക്കുമ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സാധനം വാങ്ങിക്കൊണ്ടുവരല് ഞാനാണ്, ഉണ്ടാക്കല് ഞാനാണ്, കൂട്ടത്തില് മക്കളെ കാര്യം. അപ്പോഴൊന്നും എനിക്കൊരു ക്ഷീണോ മടുപ്പോ വിശപ്പോ ഒന്നും തോന്നലില്ല. ഇതെന്താ പറയാ, എനിക്ക് തോന്നുന്നത് ഇവർക്ക് തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് സക്സസ് ആക്കി കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? മാത്രല്ല ജനങ്ങൾക്ക് അത് ഉപകാരമല്ല. ഞാൻ പറഞ്ഞില്ലേ,
സംഭവം ബീട്രൂട്ട് പൗഡർ ഞാൻ ഒരു ഷോപ്പിൽ ചെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അറിയൂല ബീട്രൂട്ട് ആണോന്ന്, ഇതിന്റെ പൗഡർ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞമ്മക്ക് കുറച്ച് കാര്യം ഇവള് പറയുന്ന എല്ലാ മക്കൾക്കും പഠിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പഠിക്കാൻ ഇഷ്ടമല്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്കും ബിസിനസ് ചെയ്ത് കാണിക്കാന്നുള്ളത് അവനവന്റെ താല്പര്യം. കാരണം ബിസിനസ് ചെയ്യാൻ എഡ്യൂക്കേഷൻ അധികം ആവശ്യമില്ല എന്നുള്ളത് അവള് തെളിയിച്ചു. മാത്രല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എന്തും പഠിക്കാം എന്നുള്ളതാണ്. ഇവളിപ്പോൾ ഈ കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഗൂഗിൾ, അതൊക്കെ ഇവള് വീണ്ടും പഠനം ഒരു കാലത്ത് നിർത്തിയതിന് ശേഷം ഇപ്പൊ പഠിച്ചപ്പോഴാണ് ശരിക്കും സക്സസ് ആയിട്ടുള്ളത്. യഥാർത്ഥ ജീവിതത്തിൽ പഠിച്ചപ്പോഴാണ് അവക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള അള്ളാന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ പോലും എന്റെ മുന്നിൽ ഉണ്ടാകിയ ചെമ്പരത്തിപ്പൂ അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒക്കെ ആയാലും ശംഖുപുഷ്പം എനിക്ക് വേണ്ടിയ സാധനം എന്താണോ അതാണ് എന്റെ കൺമുന്നിൽ മൊത്തം വരിക. അതൊക്കെ എന്താ പറയാ ഒരു അപാര കഴിവ് പോലെ എനിക്ക് അത് കിട്ടലും ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഇത് ഈ ഡ്രൈ ഫ്ലവർ അന്വേഷിക്കുമ്പോ ആണെങ്കിലും അതിന്റെ ആളെ കിട്ടലും അതിന്റെ സാധനം ഇത് കിട്ടലും എല്ലാം ഉണ്ട്. ഒന്നിലും ഞാൻ ചേർക്കുന്നില്ല. നല്ല പ്രൊഡക്റ്റുകൾ, വളരെ നല്ല അഭിപ്രായം. ഓരോ ആൾക്കാരിങ്ങനെ ഇപ്പൊ റിവ്യൂ ഇടും അത്രക്കും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വീണ്ടും വരുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് വീട്ടമ്മമാര് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനും ചെയ്യണം, ഒരുപാട് പൈസ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു മെച്ചമുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, സാധാരണ പൊതുവെ സമയമില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സ്ത്രീകൾ പ്രത്യേകിച്ചും ലോഡഡ് ആണ്, ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് പറയാനുള്ളത് എന്റെ പ്രേക്ഷകരോട്? എനിക്ക് ഈ മക്കൾ പോയി കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ എന്റെ പണി കഴിയും. അപ്പൊ എന്താ പറയാ അടുത്തുള്ളവർ വന്നില്ലേ നമ്മൾ ആ കുറ്റം പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി ഞാൻ എന്ത് ചെയ്ത് പൈസ ഉണ്ടായാലേ ഞമ്മക്കാണെങ്കിൽ പോലും മറ്റൊരാളെ സഹായിക്കാൻ കഴിയും. അപ്പൊ ഞാൻ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഞമ്മക്ക് ഒരാളോടൊപ്പരം പോയി ഇപ്പൊ കരയുന്നവരൊപ്പരം കുത്തിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഏറ്റവും ഡിമാൻഡ് ഉള്ള സംഭവം ഏതൊക്കെയാണ്? മുത്താറിപ്പൊടി നല്ലോണം പോകുന്ന സംഭവം, പിന്നെ ബിരിയാണി മസാല, ഈ ഗാർലിക്കിന്റെ പൗഡർ, ജിഞ്ചറിന്റെ പൊടി, ബീട്രൂട്ട് പൗഡർ, എല്ലാ ഐറ്റംസിനും ഞാൻ പറഞ്ഞില്ലേ ഓരോ കസ്റ്റമർ ചോദിച്ചു വരുന്നത് മാത്രം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് പ്രേക്ഷകർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൺലൈനിൽ എന്താണ് അതിന്റെ മാർഗം? എന്താണ്? ഇൻസ്റ്റാ പേജ് വഴിയാണോ? ഇൻസ്റ്റ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, നമ്പർ നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്പർ തരുന്നുണ്ട്, എവിടേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കും. വിദേശത്തേക്കാണെങ്കിലോ അതും എത്തിച്ചെടുക്കാം, എവിടൊക്കെ വേണേലും എത്തിച്ചെടുക്കാം. കൂടുതലും ആവശ്യം എന്തൊക്കെയാണ്? ഈ സ്ക്വാഷ് ഒക്കെ കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായം കേട്ടോ. പിന്നെ ബിരിയാണി മസാല, ഈ തേങ്ങാപ്പൊടി, തേങ്ങല്ലേ ഡ്രൈ തേങ്ങ ചരകിയത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ ഞാൻ പോലും കറി വെക്കുമ്പോ ഇപ്പൊ എന്താ ചെയ്യുന്നേ, ഈ വെളുത്തുള്ളി ആണേലും ഇഞ്ചി ആണേലും അങ്ങനെ ഇടുന്നത്. ആ തൊലി പൊളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ എത്തലില്ല. അല്ലാണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാം. അതുകൊണ്ട് ചിക്കൻ പൊരിക്കുന്നതിനും ഒക്കത്തിനും മീൻ ഫ്രൈ ആക്കുന്നതിലൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഇനി എന്താണ് ഭാവി ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർ എന്നോട് ജോലി ചോദിച്ചു വരും. അപ്പൊ എന്താ പറയാ ഒന്നും ചെയ്യാൻ ഒഴിവില്ലാത്തവർ ഞങ്ങളും ചെയ്യാം, പക്ഷെ അതിനെ തുടങ്ങാനുള്ള ഒരു സാമ്പത്തികം അല്ലാത്ത ആൾക്കാരില്ലേ ഒരുപാട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇപ്പം തന്നെ വിപുലീകരിക്കണം എന്ന് പോലും ഞാൻ വിചാരിച്ചത് എന്താ കുറച്ച് ആൾക്കാണെങ്കിലും ജോലി കൊടുക്കാൻ പറ്റിയല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഓർഗാനിക് ഒരു കെമിക്കലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ എങ്ങനെയാണ് മായ ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? പല സാധനത്തിനും നിങ്ങൾ അനുഭവത്തിൽ ഏതെങ്കിലും സാധനത്തിൽ കളർ വ്യത്യാസം ഉണ്ടാവും. ഈ നമ്മളെ സാധനം അവരെ സാധനവും ഇങ്ങനെ നോക്കിയാൽ വെള്ളത്തിൽ കലക്കുകയാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റില്ല. കളറിന് വ്യത്യാസം വന്നിട്ടാണ് ഞാൻ ഈ ഒരു കളറില്ലേ, ഈ ഒരു ബീട്രൂട്ട് കളറും പുറത്തുനിന്ന് കാണുന്ന ബീട്രൂട്ട് കളറും രണ്ടും 2 കളറാണ്. അപ്പൊ ഞാൻ ആ ഷോപ്പിലുള്ള ആളോട് ചോദിച്ചത് എന്താ അങ്ങനാന്ന്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്ന് വരുന്ന ഞങ്ങൾക്ക് അറിയൂല ഇത് എന്താണെന്ന്. കോംപ്രമൈസും പരിചയപ്പെടുത്തി കൂടുതൽ മക്കള്. ഇതെന്റെ മോന്, ഇതിന്റെ മോള്, ഇത് അനിയത്തിന്റെ മോള്, അതിന്റെ മോള്. ഓനാണ് എനിക്ക് ഇവൻ 8ാം ക്ലാസ്സിലെ പഠിക്കണ പരിചയം ഭയങ്കര ഹെൽപ്പാണല്ലേ? എന്തൊക്കെ ഹെൽപ്പ് ചെയ്യൂടാ? എന്തൊക്കെ ചെയ്യും? സ്റ്റിക്കർ ഒട്ടിക്കും, പഞ്ച് ചെയ്യും. ആണല്ലേ? നിനക്ക് ഭാവിയിൽ എന്താവാൻ ഇഷ്ടം? എനിക്ക് സയന്റിസ്റ്റ് ആവണം. ഓക്കെ, വെരി ഗുഡ്. ഉഷാറല്ലേ? ഒക്കെ ഉഷാറല്ലേ? ഇവൻ ഈ തുടങ്ങുന്നതിന്റെ മുന്നേ എന്നോട് ചോദിച്ചതാണ്, ഉമ്മ നമ്മളെ ബാറേനത്തൊക്കെ പോയതല്ലേ, നമുക്ക് വീണ്ടും അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടെന്ന് ഒരിക്കലും ആ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്ത വേറെ സംവിധാനം ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായി. കൊറോണന്റെ ടൈമില് പൂട്ടി പോയതാണ്. ആണോ? അപ്പൊ ഇനി എന്താ തിരിച്ചു പിടിക്കുവോ? ഇൻഷാ അല്ലാ. ആണല്ലേ? കുട്ടികൾ കോൺഫിഡന്റ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ട് ഇനിയും. അങ്ങനല്ലേ, ഞമ്മക്ക് എപ്പോഴും
എപ്പോഴും നമുക്ക് പൈസ ഉണ്ടാക്കണം എന്ന് തോന്നൽ എപ്പോഴാണ് നമുക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളൊരു ബിസിനസ് തകരുമ്പോൾ നമ്മൾ വല്ലാണ്ട് മാനസികമായി പ്രയാസപ്പെടും. അപ്പോൾ അതിൽ നിന്നെന്താ ചെയ്യുക, ചിലവർ അങ്ങ് താന്നു പോകും. പക്ഷേ ഞാൻ വിചാരിച്ച് അന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതം എന്താണെന്ന് പഠിക്കാൻ പറ്റിയൊരവസ്ഥ, നമ്മളെ കൂടെ ആരുണ്ട് എന്നറിയുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു മാറ്റം വരണം. അപ്പോൾ നല്ലത് ഫാദർ പറഞ്ഞെന്താനോ ഒരു മായം ചേർക്ക എന്താ നിങ്ങൾ പറഞ്ഞെടുത്ത് അല്ല ചെയ്യുന്ന കാര്യത്തിൽ കൃത്രിമം ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഉപ്പൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞപ്പോൾ വായിച്ച് പറഞ്ഞ് ഭയങ്കര എന്താ പറയാ, ആ ഒരു കൂടെ നിന്ന് അപ്പൊ തന്നെ വന്ന് എന്താണ് പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും നഷ്ടപ്പെടുന്നതല്ല വായിച്ച്, നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, അത്രയും പിന്തുണയും സന്തോഷവും കഴിഞ്ഞു ഓരോ നിമിഷവും. ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് ആണെങ്കിലും എന്തിനും ഞാൻ കൂടെ ഉണ്ട്, ചെയ്തു തരാം, ദുബായിലുള്ള ചെയ്തു തരാന്നുള്ള ആ ഒരു ഇത് തന്നെ തന്നത് കേട്ടോ. കെമിക്കൽ ഒന്നുമില്ല, ഇല്ല, അത് 100% എല്ലാവർക്കും ഉറപ്പിക്കാം. കേട്ടില്ലേ എങ്ങനെയുണ്ട് വന്നത്? അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ അറിയില്ല. അപ്പൊ നമ്മള് വീഡിയോ ചെയ്യേണ്ട ഉദ്ദേശം തന്നെ അതാണ്. ഷൗൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പുളിവണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ള സാധനങ്ങളാണ്. അതുപോലെ നമ്മളെ ഈ ശംഖ് പിന്നെ ഇതെന്താ അത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു സംരംഭക, അതാണ് ഏറ്റവും വലുത്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയാണ് ആളുകൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകളായിട്ട് മുന്നോട്ട് വരില്ലേ. ഈ ബിരിയാണി മസാല ഇപ്പൊ ദുബായിലൊരു റെസ്റ്റോറന്റിൽ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിചാരിക്കും എല്ലാ പ്രവാസികളും എന്ന് ഗൾഫ് നിർത്തും എന്നുള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷ. നാട്ടിൽ എന്ത് ചെയ്യും വന്നിട്ട്. അപ്പൊ ഞാൻ എന്ന് വിചാരിക്കും കുറച്ചും കൂടി നിന്ന് എന്റെ തോന്നുന്നു സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിക്കാം, ആ ഒരു കണ്ടീഷനിലൂടെ കേട്ടോ ഞാൻ ശരിക്കും തുടങ്ങിയത്. അങ്ങനെ തന്നെ പ്ലാൻ ഉണ്ട് അല്ലേ? ആ ഞാൻ അതിന് വേണമെങ്കിൽ എല്ലാ ആളുകൾക്കും ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റൂലേ? പറ്റൂ. ഓക്കെ ഓക്കെ. അതിനോടൊക്കെ ചോദിച്ചാൽ മതി. ഞാൻ രാവും പകലും പോയി, അപ്പൊ മക്കൾ എത്തിയില്ലെങ്കിലും ഇവരൊക്കെയാണ് നോക്കല്. ആണല്ലേ? അടുത്ത വീട്ടിലൊക്കെ അയൽവാസികളൊക്കെ നല്ല സപ്പോർട്ടല്ലേ? എല്ലാരും.